ഈ രണ്ടു കാര്യങ്ങൾ കപടന്മാർക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുകയില്ല. മുനാഫിഖീങ്ങളുടെ മേലിൽ വലിയ ഭാരമായിരിക്കും ഈ രണ്ടു കാര്യങ്ങൾ. അതിലൊന്ന് ഒരു സൂറത്താണ്, മറ്റൊന്നൊരു നിസ്കാരവുമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതുന്നുണ്ടോ, ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി, നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളാണോ എന്നുള്ളതൊക്കെ അറിയാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: കപടന്മാർ ആ നിസ്കാരം നിസ്കരിക്കുകയില്ല, അവർ ആ സൂറത്ത് ഓതുകയുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഈ കാലം ഇങ്ങോട്ട് പിറകെ സഞ്ചരിക്കുന്നതിനനുസരിച്ച്, മുന്നോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പിറകെയുള്ള ആളുകളേക്കാൾ ഈമാന് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. മുൻകാലക്കാർക്കാണ് എപ്പോഴും വൈജ്ഞാനികമായ ഉയർച്ചയും ഈമാനികമായ മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ പരമാവധി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ ഈ രണ്ട് വിഷയങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ആഖിബത്ത് നന്നായി മരണപ്പെടാൻ വരെ കാരണമാകുമെന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കപടന്മാർ ളുഹാ നിസ്കരിക്കുകയില്ല, അവർ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യുകയില്ല എന്നുള്ളത്. നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിലാണോ ഉള്ളത്? ളുഹാ നിസ്കരിക്കാൻ നമ്മുടെ മേൽ വലിയ പ്രയാസം ഉണ്ടോ? എന്നാൽ പേടിക്കണം, അത് കപടന്മാരുടെ ലക്ഷണമാണ്. സൂറത്തുൽ കാഫിറൂൻ നമുക്ക് ഓതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? എന്നാലും നമ്മൾ പേടിക്കണം, അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് വലിയ പ്രയാസമാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും ബുക്ക് ചെയ്യാതെ വരാറുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇമാം തൊബറാനി ഒക്കെ ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യ, നീ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാമെന്ന് ഉറപ്പ് തരുന്ന പക്ഷം പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാനും നിനക്ക് ഉറപ്പ് നൽകാം എന്നുള്ളത്. എത്ര സവിശേഷമായ വാക്കാണ്! ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ് പറയുന്നത്? നിങ്ങൾ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. നമ്മൾ പതിവാക്കേണ്ട സൂറത്ത് തന്നെ അല്ലേ അപ്പോൾ അത്? നമ്മൾ രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങും. ആ ളുഹാ നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൻ്റെ അവസാനം വരെയുള്ള സുരക്ഷിതത്വം നമുക്ക് നൽകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എനിക്കറിയാവുന്ന ഒരുപാട് പ്രായമുള്ള, ശാരീരികമായിട്ട് ക്ഷീണിച്ച, അവശയായിട്ടുള്ള പ്രായമുള്ള ഉസ്താദുമാരൊക്കെ ളുഹാ നിസ്കാരം പരിപൂർണമായ റക്അത്ത് എത്രയാണോ ഉള്ളത് അത്രയും റക്അത്ത് അവർ നിസ്കരിക്കുമായിരുന്നു. എപ്പോൾ? അവർക്ക് രോഗങ്ങളുണ്ട്, വലിയ ശാരീരികമായ ക്ഷീണമുണ്ട്. അവരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ ആ സമയത്ത് നിസ്കരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നമ്മളോട് സംസാരിക്കുന്നല്ല, അവരതിൻ്റെ ബാക്കി നിസ്കരിക്കണം, പിന്നെയും നിസ്കരിക്കണം. ളുഹ എത്ര റക്അത്താണ്, കൂടുതൽ എത്ര റക്അത്താന്നുള്ളത് ആർക്കെങ്കിലും അറിയുമോ? എന്ന് താഴെ എഴുതി അറിയിക്കൂ. ആ കൂടുതലുള്ള ആ റക്അത്ത് വരെ അവർ നിസ്കരിക്കുന്നു. ഇടയ്ക്ക് ഈ ചോദ്യം ചോദിക്കുന്നതേ ഇതൊരു ഇൻട്രാക്ഷൻ ആവട്ടെ, പരസ്പരം ഇൽമ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാവട്ടെ, എഴുതുമ്പോൾ മറ്റുള്ളവരത് കാണുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും അവർ നിസ്കരിക്കുന്നു, വീണ്ടും നിസ്കരിക്കുന്നു, വീണ്ടും നിസ്കരിക്കുന്നു. അങ്ങനെ അവർ പൂർണ്ണമായത് നിസ്കരിക്കുന്നു. കേവലം ഒരു സുന്നത്ത് നിസ്കാരത്തിലാണ് അവർക്ക് ഈ കണിശത. തൊബറാനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറയുന്നു എന്ന് പറയുന്നതാണിത്. പകലിൻ്റെ അവസാനം വരെയുള്ള സുരക്ഷിതത്വം നമുക്ക് നൽകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 റക്അത്ത് പകലിൻ്റെ ആദ്യത്തിൽ 4 റക്അത്തോ 2 റക്അത്തോ എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ നീ മടിക്കാതിരിക്കുക. അത് കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹും അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം,
മഹാൻ അവർ രണ്ടുപേരും ഇങ്ങനെ പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണ്ണവുമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. നിങ്ങൾ നോക്കൂ, എപ്പോഴാണത്? ഒരാൾ സുബ്ഹ് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെന്നു, പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു, നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ദിക്റുകളിലായി സമയം ചെലവഴിച്ചു, അത് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചു, അത് ളുഹാ നിസ്കാരാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നൽകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദിക്ർ ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റൊക്കെ ചൊല്ലാനിരിക്കേണ്ടത് നിസ്കരിച്ച അതേ സ്ഥലത്തു തന്നെയാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കരിച്ച അതേ സ്ഥലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അതേ ഇരുത്തത്തിലിരുന്ന് അവൻ ദുആ ചെയ്യുന്ന സമയം ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ, ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമാ ഖാൽ. അപ്പോൾ വളരെ സവിശേഷമേറിയ മഹത്തായ ഒരു അമലാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളും പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ചില സമയങ്ങളൊക്കെയുണ്ട്. അങ്ങനെയുള്ള സമയത്തിൽപ്പെട്ടൊരു സമയമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ളത്. പ്രത്യേകിച്ച് ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ദുആ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ദുആ ആണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടത് ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എന്നാൽ അതിൽ ചില മാറ്റങ്ങളുള്ളത്, ഇപ്പോൾ ത്വവാഫ് ചെയ്യണം, അതേപോലെ ഇൽമു പഠിക്കണം, ഇടക്ക് പോകുന്നത് കൊണ്ടൊന്നും അതിന് വിരോധമില്ല. പള്ളിയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി ദിക്റിൽ മുഴുകുന്നത് കൊണ്ടും ഈ മഹത്വം നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ വിചാരിക്കും, ഞാനിപ്പോൾ എനിക്ക് വീട്ടിലെത്തിയിട്ട് ദിക്ർ ചൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പല മഹാന്മാരും പലപ്പോഴും പറയാറുള്ളത്, സുബഹിക്ക് ശേഷം പള്ളിയിൽ ദിക്ർ ഹൽക്കകളായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. സുബഹിക്ക് ശേഷം അതങ്ങനെ ഒരു സുബഹി വരെ, സൂര്യോദയം വരെ അങ്ങനെ നിലനിൽക്കും. ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. ആ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ചില ദിക്റുകളൊക്കെ ചൊല്ലും. അതങ്ങനെ ദിക്റുകളിലായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ദർസിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണെങ്കിലും ഉസ്താദുമാരൊക്കെ ആണെങ്കിൽ അവർ സുബഹി നിസ്കാരം കഴിഞ്ഞ് നാസ്ത വരെ, ബ്രേക്ക്ഫാസ്റ്റ് വരെ, ഭക്ഷണം കഴിക്കുന്നത് വരെ അവർ തഫ്സീർ, മിഷ്കാത്ത് തുടങ്ങിയ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഒക്കെ തസവുഫിൻ്റെയൊക്കെ പഠനത്തിലാണ് അവർ സമയം ചെലവഴിക്കുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദിക്റാണ്. ആ ദിക്റിൽ എങ്ങനെ സമയം ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ പകലിൻ്റെ ആദ്യത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന ദുഹാ നിസ്കാരം നമ്മളത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ദുഹാ നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ കാണാം. 2 റക്അത്ത് മുതൽ 12 റക്അത്ത് വരെയാണ് എന്നുള്ള ഹദീസുകളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്രയാണോ നിസ്കരിക്കേണ്ടത്, നമുക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുന്നത്, അതുപോലെ നമ്മൾ നിസ്കരിക്കുക. പതിവായി കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മൾ എന്നും ചെയ്യേണ്ടത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി നിസ്കരിക്കുന്നതുകൊണ്ടല്ല, നമുക്ക് പതിവായിട്ട് ചെയ്യുന്നതിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. ളുഹാ നിസ്കാരം സുന്നത്താണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിന് ശക്തി പകരുന്നതാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ ഹദീസ്. മഹദി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ നിസ്കാരത്തിൽ കണിശത പുലർത്തിയിരുന്ന പോലെ മറ്റൊന്നിലും പുലർത്തിയിരുന്നില്ല എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ എത്ര വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവരാ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വളരെയധികം കണിശത പുലർത്തിയിരുന്നു ളുഹാ നിസ്കാരത്തിലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്നവരോട് ഇന്നു മുതൽ എനിക്കും നിങ്ങൾക്കൊക്കെ അത് പതിവാക്കാനും പകർത്താനും അത് ദായിമാക്കാനുള്ള തൗഫീഖ് ലഭിക്കണം. അതിനുവേണ്ടി ദുആ ചെയ്യൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത് മുടങ്ങാതെ ചെയ്യണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയാത്തിൽ പെട്ടതാണ്, പ്രത്യേകതയിൽ പെട്ടതാണ്. അള്ളാഹുവിങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യർ മുടങ്ങാതെ ചെയ്യുന്ന സൽക്രമമാണ്. അതെത്ര കുറച്ചായാലും ശരി. ഒരാൾ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ഒരു 300 തവണ
ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ ഇങ്ങനെ ചൊല്ലുന്നു. എന്നാൽ വേറൊരാൾ ഇടയ്ക്കിടയ്ക്ക് അവനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ടു വട്ടമൊക്കെ ആയിട്ട് അവന് 1000 തവണ ഇസ്തിഗ്ഫാർ തഹ്ലീൽ ചൊല്ലുന്നു. എന്നാൽ ഈ ദായിമായിട്ട് ചൊല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം അമലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ 2 റക്അത്താണ് ളുഹാ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എന്നും 2 റക്അത്ത് എന്നും നിസ്കരിക്കാൻ പറ്റുന്ന നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് ഇമാം തൊബ്രാനി അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യവ്യൂഹത്തെ അയച്ചു. അവർ ലക്ഷ്യം നേടി യുദ്ധധനവുമായി പെട്ടെന്ന് മടങ്ങി. ആളുകൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് ധാരാളം യുദ്ധസാധനങ്ങളൊക്കെ നേടി തിരിച്ചെത്താൻ കഴിഞ്ഞ അവരെ അത് ഒരു പെട്ടെന്ന് എത്തിയത് കൊണ്ടാണ് അങ്ങനെ അവർ അത്ഭുതപ്പെടുത്താനുണ്ടായ കാരണം ഉണ്ടായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ പെട്ടെന്ന് ഇതിലധികം യുദ്ധധനം നേടാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെയോ? ഒരാൾ വുളൂ ചെയ്ത് പള്ളിയിൽ ചെന്ന് ളുഹാ നിസ്കരിച്ചാൽ ഇതിലുമധികം നിങ്ങൾക്ക് പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും, ലക്ഷ്യം നേടി തിരിച്ചെത്താനും സാധിക്കും. അപ്പോൾ ളുഹാ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ളുഹാ നിസ്കാരം നിർവഹിക്കേണ്ടത് അതിൻ്റെ സമയത്താണ്. സൂര്യോദയം മുതൽ ആ സമയം ആരംഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ, പകലിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. സൂര്യൻ ഉയർന്നു വരുന്നത് വരെ പിന്തിക്കൽ സുന്നത്തില്ല. അപ്പോൾ നമുക്ക് വളരെ നേരത്തെ തന്നെ നിസ്കരിക്കാൻ, പരമാവധി നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ഇമാമുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ളുഹായുടെ ഉത്തമമായ സമയം പകലിൻ്റെ 4:1 കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ളുഹറിൻ്റെ മുമ്പൊക്കെ ആയിട്ട് നമ്മൾ നിസ്കരിക്കുക. അതാണ് നമ്മളൊക്കെ ചെയ്തു വരുന്ന പ്രബലമായ അഭിപ്രായത്തിലുള്ളത്. മറ്റു പലതും പ്രബലമല്ലാത്ത അഭിപ്രായമാണ്. അപ്പോൾ ളുഹറിൻ്റെ മുമ്പ് വരെ ഒക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ളുഹാ നിസ്കരിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക. ഹബീബായ തങ്ങൾ പറഞ്ഞ ആ വാക്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കപടന്മാർ ളുഹാ നിസ്കരിക്കുകയില്ല, അവർ കാഫിറൂന സൂറത്ത് പാരായണം ചെയ്യുകയുമില്ല. ളുഹാ നിസ്കാരം 8 റക്അത്താണ്, ദീർഘമായ സൂറത്തുകളാണ് അതിൽ ഓതേണ്ടത് എന്ന് ഇബ്നു അബി ഷൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വശംസിയും അതേപോലെ വല്ലുഹായും ഓതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ചില സ്വഹാബാക്കളോടൊക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു. നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിയുന്ന സൂറത്തുകളൊക്കെ ഓതിയിട്ട് നമ്മൾ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ളുഹാ എന്ന പേരിൽ ഒരു കവാടമുണ്ട്. പുനരുദ്ധാരണ നാളിൽ വിളി മുഴങ്ങും, ളുഹാ നിസ്കരിച്ചിരുന്നവർ എവിടെ? നിങ്ങൾക്കുള്ള കവാടമിതാ, ഇതിലൂടെ പ്രവേശിച്ചു കൊള്ളുവിൻ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടെ നിങ്ങൾ ഇതിലൂടെ വാ എന്ന് പറഞ്ഞ് ളുഹാ നിസ്കാരക്കാർക്ക് പ്രത്യേകമായിട്ട് സ്വർഗത്തിലേക്കൊരു ഡോർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ക്യൂ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ, മറ്റേ ടോളൊക്കെ പിരിക്കുന്ന സ്ഥലത്ത് ഫാസ്റ്റാഗുള്ളവർ പെട്ടെന്ന് ഇങ്ങനെ ക്വിക്ക്ലി പോകുന്ന കണ്ടിട്ടില്ലേ, സ്പെഷ്യൽ കാറ്റഗറിയിൽ. അതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഫാസ്റ്റാഗ് കിട്ടുകയാണ്. എപ്പോൾ ഫാസ്റ്റാഗ് കിട്ടുന്നു? നമ്മൾ ഈ ളുഹാ പതിവാക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും ക്യൂ നിന്നിങ്ങനെ കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ളുഹാ നിസ്കാരം 4 റക്അത്ത് നിസ്കരിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ നമുക്കൊരു മണിമാളിക നിർമ്മിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സ്വർഗപ്രവേശം ഉറപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ പുറത്തും നമ്മളെ വീടകത്തും ഉണ്ടാവില്ലല്ലോ. നമുക്ക് വീടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് ജമാഅത്തായി ഞങ്ങളോടൊപ്പം ളുഹാ നിസ്കരിച്ചു 2 റക്അത്ത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് 3 കാര്യം കൊണ്ട് കൽപ്പിച്ചു. മാസം തോറും 3 നോമ്പ് അനുഷ്ഠിക്കുക, ളുഹാ 2 റക്അത്ത് നിസ്കരിക്കുക, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക. വളരെ പ്രസിദ്ധമായ ഹദീസാണ്.
എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ചോദിക്കുകയാണ്, ഈ 3 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തതാണ്. ഇത് ആരുടെയെങ്കിലും ജീവിതത്തിൽ പതിവുള്ളവരുണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക, ളുഹായുടെ 2 റക്അത്ത് നിസ്കരിക്കുക, മാസത്തിൽ 3 നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളിലെ പ്രമുഖരായ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. എന്താലേ, അള്ളാഹു ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയൊക്കെയുള്ള അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിജയിക്കാൻ വേറെ മാർഗങ്ങളുണ്ടോ? വേറൊരു ഓപ്ഷന് നമുക്കില്ലല്ലോ. നമ്മുടെ ഈ ചെറിയ കാല ആയുസ് കൊണ്ട്, ഈ പാപമുക്തമായ പാപപങ്കിലമായ ഹൃദയം കൊണ്ട് നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നു മുട്ടുന്ന സനദിലൂടെ നമുക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈനിക വ്യൂഹത്തെ ശത്രുക്കൾക്ക് നേരെ അയച്ചു. അവർ ചെന്നപാട് ശത്രുക്കളിൽ നിന്ന് വമ്പിച്ച യുദ്ധം നേടി മടങ്ങി വന്നു. ജനങ്ങൾ അത്ഭുതത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നിലനിൽക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാളും വേഗം ഇതിലും വലുത് നേടാൻ കഴിയുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ സുബഹി നിസ്കരിച്ച് പായിലിരുന്ന് ഉദയം വരെ ദിക്ർ ചൊല്ലുന്നു, തുടർന്ന് 2 റക്അത്ത് നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. അവർക്ക് മേൽ പറഞ്ഞ നേട്ടങ്ങളെക്കാൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇത് വലിയ മഹത്വമുള്ളതാണ്. ആ ഒരു പ്രത്യേകമായ അമൽ നമ്മളൊക്കെ ചെയ്യണം. ഉമ്മമാർക്കും ചെയ്യുക. ഉമ്മമാർ അവരവരുടെ പണികൾക്കിടയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലായിട്ട് സമയം ചെലവഴിക്കുക. അത് വലിയ കാര്യം തന്നെയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ ദിക്റിൽ മുഴുകുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അയാൾക്ക് പൂർണ്ണവും തികച്ചും പൂർണ്ണവും അതീവ സമ്പൂർണവുമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. അപ്പോൾ അത്രയും പ്രതിഫലം നമുക്ക് ഓരോ ദിവസവും ലഭിക്കണം. നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ പോകുന്നത്? എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട് ഒരു ഹജ്ജിനും ഉംറക്കും പോകാൻ. എത്രയാണ് ഇപ്പോൾ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എത്രയാണ് വേണ്ടത്? എന്നാൽ ആ ഒരു പ്രതിഫലം നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്തരം ചില അമലുകളൊക്കെ. ഇനി നമ്മൾ 4 റക്അത്താണ് ളുഹാ നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓതേണ്ട സൂറത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ളുഹാ നിസ്കാരത്തെക്കുറിച്ച് വിവിധങ്ങളായ രൂപങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ളുഹായുടെ ഇരട്ട റക്അത്തുകൾ ആരെങ്കിലും പതിവാക്കിയാൽ അയാളുടെ പാപങ്ങൾ കടലിൽ നുര പോലെയുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. ളുഹാ നിസ്കരിച്ചിരുന്നവർ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ളുഹാ നിസ്കരിച്ചാൽ 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ പിന്നെ മതിമറന്നവരുടെ കൂട്ടത്തിൽ അവരുടെ പേരുണ്ടാവുകയില്ല. 4 റക്അത്ത് നിസ്കരിച്ചാൽ പുണ്യാത്മാക്കളിൽ പെടും. 6 റക്അത്ത് നിസ്കരിച്ചാൽ ആ ദിവസം അവർക്ക് അവരുടെ പാപങ്ങൾ പേറേണ്ടി വരില്ല. 8 റക്അത്ത് നിസ്കരിച്ചാൽ ആബിദീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. 10 12 നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിലൊരു സൗധം നിർമ്മിക്കും എന്നുള്ളത്. ഇനി നമ്മളൊക്കെ കേട്ടൊരു ഹദീസുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഓരോ ദിവസത്തിലും ഓരോ സന്ധിക്കും ഓരോ സ്വതക്കയുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ കൊടുത്തു വീട്ടേണ്ട, ഇതെങ്ങനെ കൊടുത്തു വിട്ട് ആർക്കാണത് സാധിക്കുക? ഓരോന്നിനും സ്വതക്ക കൊടുത്തു വിട്ടാൻ നബി തങ്ങൾ പറയുന്നുണ്ട്, സാധിക്കും. അതിന് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ മതി. അത് വീടാൻ ളുഹാ നിസ്കാരം കൊണ്ട് മതിയാകുന്നതാണ്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 11 വീതം ഇഖ്ലാസും ഓതണം. കഴിയുന്നവർ, അല്ലാത്തവർ കഴിയുന്ന രൂപത്തിൽ സൂറത്തുകൾ ഓതി നിസ്കരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഓരോ മുഅവ്വിദത്തൈനും ഓതി. എന്നാൽ അയാളുടെ 40 കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകും. എത്ര വലിയ മഹത്വങ്ങളാണെന്നറിയോ ളുഹാ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അള്ളാഹു നമുക്കതൊക്കെ പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഒക്കെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ നിസ്കരിച്ചിരുന്നു. ആ ളുഹാ നിസ്കരിച്ചിരുന്നത് 12 റക്അത്താണ്.
ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 3 ഇഖ്ലാസുമാണ് ഹബീബായ തങ്ങൾ ഓതാറുള്ളത്. ഒടുവിലെ സുജൂദും വളരെയധികം ദീർഘിപ്പിച്ചാണ് മുത്തുനബി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് കണ്ണീരൊലിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾക്ക് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? മുത്തുനബി തങ്ങളൊക്കെ ആരാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരല്ലേ? ആഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ളുഹാ നിസ്കാരത്തിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഫർളിൻ്റെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയും ഒരു തുമഇനീനത്തും ഒരു സാവധാനത്തിലുള്ള നിസ്കാരവും എല്ലാ തിരക്കുകളിൽ നിന്നും മാറി റബ്ബിൻ്റെ മുമ്പിൽ ഒരു ഇറക്കി വെച്ച നിസ്കാരമൊക്കെ ആക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 12 റക്അത്ത് ളുഹാ നിസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ആയത്തുൽ കുർസിയും 3 ഇഖ്ലാസും ഓതിയാൽ ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി അയാൾക്ക് നന്മകൾ എഴുതും. ഖിയാമത്ത് നാൾ വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാളായാൽ ഈ മലക്കുകൾ അയാളെ സമീപിക്കും. ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾക്കണിയാനുള്ള പട്ടുണ്ടായിരിക്കും. അവർ അയാളുടെ ഖബറിങ്കിൽ നിന്ന് വിളിക്കും, ഓ ഖബറുകാരാ എഴുന്നേൽക്ക്, നിർഭയരിൽപ്പെട്ടവൻ തന്നെയാണ് നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കും എന്നുള്ളതാണ്. ളുഹ എന്ന് പറയുന്ന നിസ്കാരം അത് പൂർവ്വകാല സൂര്യകളൊക്കെ ഒഴിവാക്കാതെ നിസ്കരിച്ചിരുന്നവരായിരുന്നു. മുതഅല്ലിമീങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ പണ്ടുകാലങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഓരോ വീടുകളിലും പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ ളുഹാ നിസ്കാരം കഴിഞ്ഞ് പിന്നീട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പള്ളിയിലേക്ക് കയറിയാലുള്ളൊരു സുന്നത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയൂലേ? അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കേ. അതേപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള സുന്നത്ത് നിസ്കാരം, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതേപോലെ ളുഹാൻ്റെ പ്രതിഫലം ലഭിക്കും. വുളൂവിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ കുറേ സുന്നത്ത് നിസ്കാരങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ആ വുളൂവോട് കൂടെ ളുഹാ നിസ്കരിച്ച് അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, സബക്കിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ വലിയ മഹത്വം നേടിയെടുക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ളുഹാ നിസ്കാരം ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ 10 ഫാത്തിഹയും 10 ആയത്തുൽ കുർസിയും ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും 10 കാഫിറൂന സൂറത്തും ഓതി. മൂന്നാമത്തെ റക്അത്തിൽ 10 ഫാത്തിഹയും മുഅവ്വിദത്തൈനും 10 ഓതി. നാലാമത്തേൽ 10 ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ് 11 തവണയും ഓതി. പിന്നെ അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടി. തുടർന്ന് 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്തു. അങ്ങനെ 70 വട്ടം അവന് പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും ചൊല്ലി. എന്നാൽ ഉപരിലോകത്തും അധോലോകത്തുമുള്ള സകലരുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കും. ഇഹപര സംബന്ധമായ 70 ആഗ്രഹങ്ങൾ അള്ളാഹു അയാൾക്ക് സാധിച്ചു കൊടുക്കും. അപ്പോൾ ളുഹാ നിസ്കാരം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാവുന്ന ഒരമലാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്തു നോക്കുക. വലിയ പ്രതിഫലവും വലിയ മഹത്വമൊക്കെ ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ളുഹാ 4 റക്അത്ത് നിസ്കരിച്ചു. അതിൽ ഒന്നാമത്തതിൽ ഫാത്തിഹയും സൂറത്തുൽ ഹദീദും, രണ്ടാമത്തെ റക്അത്ത് സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിൽ 6 ആയത്തുകൾ ഓതണ്ട, മുഴുവൻ ഓതണ്ട. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകളും ഓതുക. അങ്ങനെ ഓതിയിട്ട് അതിൻ്റെ അവസാനം വരെ ഓതിയിട്ട് മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വശംസിയും ഓതി. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വല്ലുഹയും ഓതി. എന്നാൽ അവനക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയും മഹത്വം അവന് ലഭിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അവരുടെ ജീവിതത്തിൽ ളുഹാ നിസ്കരിക്കുന്നവരാണ്. പതിവാക്കുന്നവർക്കതൊരു പ്രയാസമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ളുഹാ എന്ന് പറയുന്ന നിസ്കാരം അത് വിശ്വാസക്കുറവുള്ള ആളുകൾക്കാണത് ഒരു ഭാരമായിട്ട് തോന്നുക. എപ്പോഴാണ് ഭാരമായിട്ട് തോന്നുന്നത്? നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഭാരമല്ലേ? അല്ലാഹ് കാക്കട്ടെ. ആ ളുഹ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട്
വളരെ ചുരുങ്ങിയ കാലായുസ് മാത്രമാണ് സാധുക്കളായ നമുക്കൊക്കെ ദുനിയാവിലുള്ളത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസ്സബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. ആ 60-70 വയസ്സുകൾക്കുള്ളിലാണ് അധികവും ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നത്. പുതിയ കാലത്ത് ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന അറ്റാക്ക് പോലെയുള്ള വിഷയങ്ങളൊക്കെ വർദ്ധിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ നമുക്ക് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ നമുക്ക് നൽകിയ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകി റാഹത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഞാൻ ഉൾപ്പെടെ ദുആ പതിവാക്കും എന്നുള്ള നെയ്യത്തോടു കൂടി ഇരിക്കാം. അങ്ങനെ പതിവാക്കിയവരുണ്ടെങ്കിൽ എഴുതി അറിയിക്കാം. പതിവാക്കാൻ നിയ്യത്താക്കിയവരുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ശ്രമിക്കും എന്നുള്ളവർ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ. ആരെ അറിയിക്കാനൊന്നുമില്ല. നമ്മളിതിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരിത് കാണുമ്പോൾ ഇത്രയും ആളുകൾ ഇതിന് നിസ്കരിക്കാനൊക്കെ തയ്യാറാവുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ അവർക്കൊരു തോന്നൽ വരും നിസ്കരിക്കാൻ. അള്ളാഹു നമുക്കിത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണിശമായിട്ടാണ് ദുആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും പല വിഷയങ്ങൾക്കും വേണ്ടി പലപ്പോഴും കോൾ ചെയ്യുന്നതാണ്. നമുക്ക് ഫോണിൽ അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ പരമാവധി സമയം പോലെ മെസ്സേജ് അയച്ചാൽ, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ അതിനുള്ള റീപ്ലൈ നമ്മൾ നൽകലുണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മജ്ലിസ്, നൂറെ മദീനയുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക. അതൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും ഖൈറാത്തുകളിലേക്ക് അടുക്കാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.